നിന്റെ മാത്രം സഖി ഭാഗം 7. ഇതാണോ അബ്രാമി? അബ്രാമിയുടെ ഏട്ടനായിരിക്കും. ഏത് അബ്രാമി? ഏത് ഏട്ടൻ? സത്യം പറയടി, ഇവനാരാ? ഞാൻ സ്നേഹിക്കുന്ന ആളാ. സ്നേഹിക്കുന്നതോ? അവൻ ചോദിച്ചു. ആ, നിർത്തിക്കോളണം ആരായാലും. ഇപ്പോൾ ഇതൊന്നും വേണ്ട. ഏട്ടാ, ഫോണെങ്കിലും എന്താ? ഇല്ല, പോയി കിടന്നുറങ്ങടി. അവൻ മുറിക്ക് പുറത്തിറങ്ങി. പോടേട്ടാ, എടി നിന്നെ ഞാൻ. അതിനു മുമ്പ് അവൾ വാതിലടച്ചു. ശ്രീ അവൻ്റെ ഫോൺ കാതോരം വെച്ചു. അളിയ, എങ്ങനെയുണ്ട്? ഓവറാക്കിയില്ല, നന്നായിട്ടുണ്ട്. മോശമാകും എൻ്റെ അളിയൻ, സകല വല്ലഭനല്ലേ. മതി ഊതിയത്. ഫോൺ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. എന്തായാലും നിനക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേടാ, അവളോട് തന്നെ പറയുന്നത് അന്ന് ട്രിപ്പ് പോയപ്പോഴാണ്. ആ ഓക്കെ, ഗുഡ് നൈറ്റ് അളിയ. ഗുഡ് നൈറ്റ് മൈ സ്വീറ്റ് അളിയ. സോപ്പിടാതെ പോയി കിടക്കാൻ നോക്ക്. ഡാ, ഫോൺ അവൾക്ക് കൊടുക്കടാ. ഓ, ഇതിനായിരുന്നല്ലേ സോപ്പിങ്. ഇതെന്നോട് പറയാഞ്ഞതിന് ഒരു ചെറിയ ശിക്ഷ. പിന്നെയില്ലേ, ഞാൻ അറിഞ്ഞതായി അവൾ അറിയണ്ട. ഏയ് ഇല്ല. എന്നാ ശരി, ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. ശരി അളിയ, ഗുഡ് നൈറ്റ്. പിറ്റേ ദിവസം കോളേജിൻ്റെ മുന്നിൽ നിന്നത് ലച്ചു മിനുവിനെ തോണ്ടി വിളിച്ചു. എന്താ ലച്ചു? ദേ, അതാണ് നിന്നെ ഇന്നലെ തല്ലിയ ആള്. കണ്ണിറച്ച് കണ്ടോ? ലച്ചു കൈ ചൂണ്ടിയ വശത്തേക്ക് മിന്നു ഒന്ന് നോക്കി. അപ്പോഴാണ് വാഗമരത്തിൻ്റെ ചുവട്ടിലുള്ള ബെഞ്ചിലിരിക്കുന്ന ആളെ അവൾ കാണുന്നത്. മിന്നു, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ലച്ചു, മിന്നു പറഞ്ഞു. മിന്നു, നിങ്ങളുടെ രണ്ടിൻ്റെയും ഡ്രസ്സിൻ്റെ കളർ സെയിം ആണല്ലോ. ലച്ചു പറഞ്ഞപ്പോഴാണ് താനത് ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരുടെയും ഡ്രസ്സിൻ്റെ കളർ ചുവപ്പ്. അവൻ അരികിലേക്ക് നടന്നു. മിന്നു, നീ എങ്ങോട്ടാ പോകുന്നത്? മിന്നു അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ട് ലച്ചു ചോദിച്ചു. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ലച്ചുവിനോട് അത് പറഞ്ഞുകൊണ്ട് മിന്നു അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. മിന്നു, വേണ്ട, പോകണ്ട. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനിയും വഴക്കായാലോ? ലച്ചു അവളോട് പറഞ്ഞു. നീ പൊക്കോ, ഞാൻ വന്നോളാം. മിന്നു അങ്ങോട്ടേക്ക് നടന്നു. ഹലോ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവനൊന്ന് നോക്കി. ഇന്നലെ താൻ തല്ലിയ പെൺകുട്ടി. അവളുടെ ചുണ്ടിൽ വീഴുന്ന പുഞ്ചിരി അവൻ ശ്രദ്ധിച്ചു. അവന് കുറച്ച് സങ്കടം തോന്നി. താൻ തല്ലിയിട്ടും തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അവന് അവളോട് അലിവ് തോന്നി. ഇന്നലത്തെ സാഹചര്യത്തിൽ താൻ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാണ്. അവൻ്റെ മനസ്സിൽ ഇന്നലത്തെ കാര്യം കടന്നു വന്നു. താൻ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വന്ന് തന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ കളിയാക്കുന്ന പോലെയാണ് തോന്നിയത്. പിന്നെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും അവളോട് തീർത്തു. അറിയാതെ സംഭവിച്ചു പോയതാണ്. അവളെ കാണണമെന്നുണ്ടായിരുന്നു, മാപ്പ് ചോദിക്കണമെന്നും. പക്ഷേ പിന്നീട് അവളെ കണ്ടില്ല. ഹലോ, എന്നോട് സംസാരിക്കില്ലേ? അവൾ ചോദിച്ചു. സംസാരിക്കാം, അവൻ സൗമ്യതയോടെ പറഞ്ഞു. ഞാൻ മേഘ്ന. അവൾ അവന് നേരെ കൈകൾ നീട്ടി. അവനും അവളുടെ കയ്യിൽ തൻ്റെ കൈകൾ ചേർത്തു. ഞാൻ സായുജ്. അവർ പരസ്പരം പുഞ്ചിരിച്ചു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാളുടെ കണ്ണുകളിൽ അവളോടുള്ള ദേഷ്യവും അസൂയയും നിറഞ്ഞു. എന്താ ലച്ചു, നീ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത്? ഹിമ അവൾക്കരികിലായി വന്നു നിന്ന് ചോദിച്ചു. അതേ, മിന്നു ഇന്നലെ തല്ല് കിട്ടിയ ആളുടെ അടുത്തേക്ക് പോയിരിക്കുക. ഇനിയും തല്ല് മേടിക്കാനാണോ അതോ പലിശ അടക്കാൻ തിരിച്ചു കൊടുക്കാനാണോ പോയത്? ഹിമ ചോദിച്ചു. അറിയില്ല കുട്ടി, നമുക്ക് നോക്കാം. ലച്ചു അത് പറഞ്ഞുകൊണ്ട് ഹിമയുടെ തോളിൽ കൂടി കൈയിട്ട് നിന്നു. എന്നിട്ട് അവളെവിടെ? ഹിമ ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേ, അവിടെ ആ വാഗമര ചുവട്ടിൽ നിൽക്കുന്നുണ്ട് രണ്ടും. അവൾ അങ്ങോട്ടേക്ക് കൈ ചൂണ്ടി കാണിച്ചു. ഹിമ അങ്ങോട്ട് നോക്കി. ഏട്ടൻ? അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു. എന്തോന്ന്? എടി, അതെൻ്റെ ഏട്ടനാ, ഹിമ പറഞ്ഞു. ആണോ? ലച്ചു വിശ്വാസം വരാത്തപ്പോൾ ചോദിച്ചു. അതെ, ഹിമ പറഞ്ഞു. എന്താടി കിടന്ന് ചിരിക്കണത്? ലച്ചു ചിരിക്കുന്നത് കണ്ട് ഹിമ ദേഷ്യത്തോട് ചോദിച്ചു. അവൾക്ക് കിട്ടിയതല്ല, പലിശയടക്കം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ നീ? അത് ഓർത്തപ്പോൾ ചിരിച്ചു പോയതാ. ഈ ലച്ചു പറയുന്നത് കേട്ട് ഹിമയ്ക്കും ചിരി വന്നു. നിന്റെ ചേട്ടൻ കലിപ്പാണല്ലേ? കുറച്ച്. ലച്ചുവിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ഹിമ, നീ വന്നോ? റസ് വന്നില്ലേ ഇന്ന്? അങ്ങോട്ടേക്ക് വന്നാൽ മിന്നു ചോദിച്ചു. വന്നല്ലോ, അവൾ ലൈബ്രറിയിലേക്ക് പോയേക്കുവാണ്. ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാം, ഹിമ പറഞ്ഞു. ഞാൻ വരണോ ഹിമു? വേണ്ട, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. ഹിമ ലൈബ്രറിയിലേക്ക് ധൃതിയോടെ നടന്നു.
ലൈബ്രറിയിൽ റസുവിനെ അവൾ തിരക്കി നടന്നു. ഇവൾ ക്ലാസ്സിലേക്ക് പോയോ? ഇവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ലല്ലോ. ഇനി എന്നാ ക്ലാസ്സിലേക്ക് പോകാം. അമ്മു. ക്ലാസ്സിലേക്ക് പോകാൻ പോയ അവൾ ആ ശബ്ദം കേട്ടതും അവിടെ നിന്നു. ശ്രീയേട്ടൻ. അവളുടെ ചുണ്ടുകൾ മുഴിഞ്ഞു. അവൾ അവനരികിലേക്ക് നടന്നു. റസു, നീ ലൈബ്രറിയിൽ നിന്ന് എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറേ നേരമായി മിന്നു. ഹിമുവിനെ കണ്ടില്ലല്ലോ. റസു ഹിമയെ തിരക്കി. ആ, അത് കൊള്ളാം. നിന്നെ അന്വേഷിച്ച് അവൾ ലൈബ്രറിയിലേക്ക് വന്നല്ലോ റസുവേ, ലച്ചു പറഞ്ഞു. ഞാൻ കണ്ടില്ലല്ലോ അവളെ. എന്നാൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും അവിടെ. ഞങ്ങളും വരാം, റസു പറഞ്ഞതു മിന്നുവും ലച്ചുവും പറഞ്ഞു. എന്നാ വാ. അവർ ലൈബ്രറിയിലേക്ക് നടന്നു. നീലാകാശം പിള്ളി വിരിക്കും പച്ചത്തങ്ങോല, തെളിഞ്ഞ പൂനിരയാകെ ചുവന്ന റോസാപ്പൂ, തവിട്ട് പശുവിൻ വെളുത്ത പാല് കുടിച്ചതിൽ പിന്നെ കറുത്ത രാത്രി ഈ നിറമെല്ലാം ഓർത്തു കിടന്നു ഞാൻ. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലിറങ്ങി. ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ ഇരുന്ന നാളുകൾ നീക്കി. അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരമക്കിങ്ങനെ പോലെ വീശും കാറ്റ് തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. അങ്ങോട്ട് നടക്കുന്ന വഴിയിൽ ലച്ചു പാട്ടുപാടി നടന്നു. എൻ്റെ പൊന്നു ലച്ചുവേ, ഒന്ന് വാ അടിച്ചു വെക്ക്, റസു പറഞ്ഞു. അത് കേട്ടതും ലച്ചു കരയാൻ തുടങ്ങി. എന്താണ് കിടന്ന് മോങ്ങണത്? റസു ചോദിച്ചു. എൻ്റെ വാ അടിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? ലച്ചു സങ്കടത്തോടെ ചോദിച്ചു. എൻ്റെ പൊന്നു ലച്ചു, ഒന്ന് നിർത്ത്. എൻ്റെ മിന്നുവേ, ഇവളെന്താ നിർത്താത്തത്? റസു തലയിൽ കൈവച്ച് മിന്നുവിനോട് ചോദിച്ചു. ആ പാട്ടുപാടിയാളൊന്ന് പുകഴ്ത്തിയാൽ മതി, മിന്നു റസുവിനോട് പറഞ്ഞു. എൻ്റെ അള്ള, ഇതൊക്കെയാണ് പാട്ട്? റസു നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കരച്ചിലിൻ്റെ ശബ്ദം കൂടിക്കൂടി വന്നു. ലച്ചു, വാ അടിച്ചു വെക്കാൻ പറഞ്ഞു. നിൻ്റെ ഫാൻസ് ഇവിടെ കൂടിയാൽ നിനക്ക് നടക്കാൻ പറ്റില്ലല്ലോ മര്യാദക്ക്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റസു അപ്പോൾ അങ്ങനെ പറഞ്ഞു. ആണോ? കണ്ണുനീർ തുടച്ചുകൊണ്ട് ലച്ചു ചോദിച്ചു. ആ അതെ. റസു മിന്നുവിൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ എൻ്റെ പാട്ട് കൊള്ളാമോ? കൊള്ളാം. കേട്ടില്ല. എന്നാ ഓക്കെ. റസുവിന് പാട്ട് വേണ്ടപ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പാടിത്തരാം. എൻ്റെ അള്ള. റസു നെഞ്ചത്ത് കൈവച്ചു. റസു, അവളെ കാണാനില്ലല്ലോ, മിന്നു പറഞ്ഞു. അകത്തോട്ട് പോയി നോക്കാം മിന്നു. മോൾ വരുന്നുണ്ടോ? അത് പാട്ടുപാടി നിൽക്കുമോ ഇവിടെ? റസു ലച്ചുവിനോട് ചോദിച്ചു. ഞാൻ വരാം. വെറുതെ ഫാൻസ് വന്ന് ഓട്ടോഗ്രാഫ് ചോദിക്കും. അത് കൊടുത്തിൻ്റെ കൈ വേദനിക്കും. കൈ വേദനിക്കുമെന്നോ? റസു സംശയത്തോടെ ചോദിച്ചു. കൈ പിടിച്ചൊടിക്കുന്നതാണോ ഇവൾ ഉദ്ദേശിക്കുന്നത്? റസു ആലോചിച്ചു. മനസ്സിലായില്ലേ കൂട്ടാ, ഓട്ടോഗ്രാഫ് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. എൻ്റെ പാട്ടിന് ഒരുപാട് ആരാധകരുണ്ട് ഈ ക്യാമ്പസിൽ, സ്വയം പുകഴ്ത്തിക്കൊണ്ട് ലച്ചു പറഞ്ഞു. എന്നാ നീ വാ. വെറുതെ തല്ലി മേടിച്ച് കൂട്ടണ്ട, ഞങ്ങൾക്ക് കൂടി ഇവിടെ പഠിക്കേണ്ടതാണ്, റസു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അവർ മൂന്നാളും ലൈബ്രറിയിലെത്തി. അധികം ഉച്ചപ്പാടോ ബഹളമോ ഇല്ലാത്ത ശാന്തമായ അന്തരീക്ഷമാണ് അവിടെ. ലച്ചു ലൈബ്രറിയുടെ മുന്നിൽ നിന്ന് ലൈബ്രറി മൊത്തത്തിൽ നിരീക്ഷിക്കുകയാണ്. എന്താ ലച്ചു ഇങ്ങനെ നോക്കുന്നത്? നമ്മുടെ കോളേജിലെ ലൈബ്രറി നമ്മളല്ലാതെ വേറെ ആരും നോക്കൂ? ഇത്രയും വലിയ ലൈബ്രറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഇതിലെവിടെയാണെന്ന് വെച്ചാൽ അവളെ തിരയുക. അതൊക്കെ നോക്കാം, നീ വാ. റസു ലച്ചുവിനെ വലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോയി. അല്ല, നമ്മുടെ ഏഞ്ചലിനെ കണ്ടില്ലല്ലോ, മിന്നു പറഞ്ഞു. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. അവൾ വരുന്നില്ലെന്നെങ്ങാനും പറഞ്ഞായിരുന്നു? ലച്ചു ചോദിച്ചു. ഇല്ല, പറഞ്ഞില്ല, റസു പറഞ്ഞു. ചിലപ്പോൾ ക്ലാസ്സിൽ വന്നതാണോ? നമ്മൾ ഇറങ്ങിയപ്പോൾ എങ്ങാനും വന്നതാണെങ്കിലോ? മിന്നു പറഞ്ഞു. അത് നേരാ. ഈ ഹിമു ഇതെവിടെ പോയി കിടക്കാം? മിന്നു അവരോട് ചോദിച്ചു. ദേ ഹിമുവും ശ്രീനാഥ് സാറും. റസുവിനെ നോട്ടം പോയ ദിശയിലേക്ക് അവർ രണ്ടുപേരും നോക്കി. വിശ്വസിക്കാൻ പറ്റിയില്ല. ഹിമയും ശ്രീയും കണ്ണും നോക്കിയിരിക്കുന്നു. എന്താ ഇപ്പോൾ ചെയ്യുക? അങ്ങോട്ട് പോകണോ? ലച്ചു പറഞ്ഞു. അങ്ങോട്ട് പോകണോ? റസു അവരോട് ചോദിച്ചു. ഞാൻ പോവും, ലച്ചു പറഞ്ഞു. ഞാനും. ശ്രീയേട്ടാ, ലച്ചു വിളിച്ചു. അത് കേട്ടതും സ്വപ്നലോകത്തിലിരുന്ന രണ്ടുപേരും ഞെട്ടി. ഏട്ടാ ശ്രീയേട്ടാ, ഇത് ഞാൻ സമ്മതിക്കില്ല. ലച്ചു അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എൻ്റെ അള്ള, ഇതെന്നതാ ഇവിടെ നടക്കുന്നത്? റസു താഴേക്കും കൈയോത്തി നിന്നു. മോളെ, ഉച്ച വെക്കാതെ ഞാനൊന്ന് പറയട്ടെ, ശ്രീ ലച്ചുവിനോട് പറഞ്ഞു. ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു. തുടരും.